ഏറ്റവും വലിയ സൽക്കർമ്മമാണ് നാമജപം, പ്രത്യേകിച്ച് കലികാലത്തിൽ. ഒരു പൂജയും ഒരു യാഗവും നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുകയില്ലെന്നാണ്. അതെന്താ? പൂജ പഠിക്കാത്തതുകൊണ്ടാണ്. ഗുരുവായൂരപ്പനെ ഉപാസിച്ച് മേശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന സത്രം. അപ്പം അങ്ങനെ നടക്കുന്ന സത്രത്തിൽ എന്താ പിന്നെ കുഴപ്പം വേറൊന്നുമല്ല. കാലം, കർമ്മം, ദേഹം, ദ്രവ്യം ഇതെല്ലാം ശുദ്ധമാകണമെന്നാണ്. ഒരു കർമ്മവും കാലവ്യത്യാസമായിട്ട് ചെയ്യാൻ പാടില്ല. ഓരോ കർമ്മത്തിനും ഓരോ കാലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കലിയുഗത്തിൽ രാത്രി തിലഹോമം നടത്തുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെയാണ്. നാളെടുത്തുകൊണ്ട് രാത്രിയിലാണ് സായുജ്യ പൂജ. കാരണം പിറ്റേ ദിവസം അദ്ദേഹത്തിന് എങ്ങാണ്ട് പോകാനുണ്ട്. അതുകൊണ്ട് രാത്രി സായുജ്യ പൂജ കഴിച്ചേക്കാന്നാവും. ചെയ്യാൻ പാടില്ല എന്നാവും. പിന്നെ കർമ്മം ശുദ്ധമായിരിക്കണം, ദേഹം ശുദ്ധമായിരിക്കണം. ദേഹം ശുദ്ധമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചാൽ ദേഹശുദ്ധിയായി പോരാ, മനഃശുദ്ധിയും കൂടെ വേണമെന്നാവും. വേറെ യാതൊരു വികാരങ്ങളും ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇന്നലെ തന്നെ സ്വാമിജി പ്രഭാഷണം വളരെ സുസ്ഥിർഘമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പേര് വർത്തമാനം പറഞ്ഞു. എനിക്ക് പോലും ആ പ്രഭാഷണം ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായിപ്പോയി. സത്രം വേദിയിലെന്നല്ല, യജ്ഞവേദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചില മര്യാദകളുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ കഥ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പുറം ഇരിക്കുന്നവരും ഇപ്പുറം ഇരിക്കുന്നവരും കൂടെ വർത്തമാനം പറഞ്ഞു എന്തായിരിക്കും അവസ്ഥ? അതുണ്ടാകാൻ പാടില്ല. അപ്പം അവിടെ മനസ്സും ശരീരവും ശുദ്ധമാകണം, ദ്രവ്യം ശുദ്ധമാകണം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് എടുക്കുന്ന എല്ലാ വസ്തുക്കളും. നമ്മൾ വാങ്ങിക്കുന്ന വസ്തുക്കളിലേക്ക് ശുദ്ധിയൊക്കെ നമുക്കറിയാം. എല്ലാ ഇതിലും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അതിനൊക്കെ അത്രയൊക്കെ ശുദ്ധിയുള്ളൂ. ഇനി അതിൻ്റെ സമ്പത്താണെങ്കിലോ അതിനും ശുദ്ധി വേണമെന്നാവും. കടം മേടിച്ച പൈസ കൊണ്ട് പോലും ഒരു സൽക്കർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല എന്നാവും. അപ്പം അങ്ങനെ വരുമ്പം കലികാലത്തിൽ ഇതിലെവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു കർമ്മം കലികാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നാവും. പിന്നെ ചെയ്യണ്ടേ? ചെയ്യും. ഈ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ പറ്റിയത് നാമജപമാണ്. കലികാലത്തിൽ നാമം ജപിച്ചാൽ വലിയ കർമ്മങ്ങൾ ചെയ്യേണ്ട ഫലം നമുക്ക് കിട്ടുമെന്നാണ്. ഇന്ന് നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യം അതുതന്നെയാണ്. അങ്ങനെ അന്ന് നാമം ജപിച്ച് ബീജാപാപം അല്ല അങ്കുരാരോപണം, വലിയ കൊടിയേറ്റുത്സവമുള്ള ക്ഷേത്രങ്ങളിൽ നവീകരണ കലശം നടക്കുന്നിടത്തൊക്കെ വിത്തുകൾ പാകി മുളപ്പിച്ച്, ഓരോ ദേവന്മാർക്കും വിത്തുകൾക്ക് വ്യത്യാസമുണ്ട്. അത് മന്ത്രരൂപത്തിൽ 16 ചട്ടികളിൽ പാകി കിളിപ്പിച്ച്, അതാണ് അങ്കുരാരോപണം. മുളയിടിയിലെന്ന് പറയും. മുള കുഴിച്ചിടുകയല്ല, മുള പാകുകയാണ്. അതിനോടനുബന്ധമായിട്ട് 2000 നമുക്കിവിടെ ഒരു ശ്രീമൽ ഭാഗവത സപ്താഹം നടത്താനിടയായി. വളരെ വിഷമത്തോടു കൂടിയാണ്. ജനങ്ങളുണ്ടാകുമോ? അവരെ എങ്ങനെ നമ്മൾ ഇനി ജനങ്ങളില്ലാതെ വന്നാൽ എന്ത് പറ്റും? അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. അമ്പലത്തിൻ്റെ 4 അമ്പലത്തിൽ നമുക്കിരുന്ന് ഭാഗവതം വായിക്കാവുന്നതാണ്. അന്ന് ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച വളരെ വിചിത്രമായി. അമ്പലത്തിൽ കുളിച്ചു തൊഴാൻ വരുന്ന ആൾക്കാർ സൈക്കിള് ബലിക്കപ്പുരയുടെ സൈഡിലാണ് ചാരി വയ്ക്കുന്നത്. ചാരി വെച്ചിട്ട് നേരെ ക്ഷേത്രകുളത്തിൽ കുളിക്കും, ഭഗവാനെ ഒന്ന് തൊഴും, പ്രസാദം മേടിക്കും, തീർത്ഥം മേടിച്ച് തലവഴിയൊക്കെ ഒഴിക്കും. തീർത്ഥം തലയിലൊന്നും ഒഴിക്കാൻ പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ വന്നു തീർത്ഥം എന്ത് ചെയ്യണം? കുടിക്കണം. കുടിച്ചാൽ എവിടെ ചെല്ലണം? തൊണ്ടേ വരെ എത്താവുള്ളൂ എന്നാവണം. താഴത്തേക്ക് പോകരുത്. നമ്മൾ കുടിച്ചു കഴിഞ്ഞ് മിച്ചമുള്ള തലയിൽ ഒഴിക്കും, പുറകെ നിൽക്കുന്ന ആളുടെ തലയിലും വീഴും. അവസാനം അവൻ ചീത്തയും പറയും. അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഭാഗവതം ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത്. ആദ്യത്തെ വർഷം അങ്ങനെയൊക്കെ നടന്നു. ഭഗവാന് നിവേദിക്കുന്ന ചോറാണ് അന്നുണ്ടായിരുന്ന 10-25 പേര്. അന്നദാനമൊക്കെ കൊടുത്ത് അത് ഗംഭീരമായിട്ട് കഴിഞ്ഞു. പിന്നെ ഓരോ വർഷവും അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു വന്നു, ജനങ്ങൾ കൂടി വന്നു.
ഏതാണ്ട് 7 സപ്താഹം കഴിഞ്ഞപ്പോൾ, 5 കഴിഞ്ഞപ്പം സപ്താഹം പുറത്തേക്ക് മാറ്റി. 4 അമ്പലത്തിന് പുറത്ത് സ്റ്റേജ് സജ്ജീകരിച്ച് അങ്ങോട്ട് മാറ്റി. പിന്നെ അവിടെയായി സപ്താഹം. അപ്പം ജനബാഹുല്യം കൂടി വന്നു. എന്നാൽ ക്ഷേത്രത്തിനകത്താകുമ്പം അവിടെയൊക്കെ പരിമിതികളുണ്ട്. താഴെ ഇരിക്കാൻ മേലാത്തവരാണ് ഇന്ന് കൂടുതൽ. അപ്പം അതുകൊണ്ട് അവരൊക്കെ പുറത്തു വന്നിരിക്കും. പുറത്താകുമ്പോൾ എല്ലാവർക്കും കസേരയിലിരിക്കാം സുഖമായിട്ട്. അങ്ങനെ നമ്മൾ 23 വർഷം ഭഗവാന്റെ കഥകൾ വായിച്ച് കേൾക്കാൻ നമുക്കൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നാമജപമാണ്. എനിക്ക് തോന്നുന്നത് ഈ സപ്താഹം തുടങ്ങിയതോടുകൂടി നാമജപം നിന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നു. നാരായണ പാരായണം ഉണ്ടാവും, പക്ഷേ നാമജപം മുടക്കരുത്. ക്ഷേത്രത്തിലാണെങ്കിലും ഉള്ളവർ ആ സന്ധ്യാസമയത്ത് വന്ന് ദീപാരാധന സമയത്ത് ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കുക. അത് മതി. ഏത് നാമം ആയിക്കോട്ടെ, ഹരേ രാമയ, ഹരേ കൃഷ്ണ, നാരായണ, ഏത് നാമം ജപിച്ചാലും അതിന് അതിൻ്റേതായ വലിയതായൊരു അനുഭവമുണ്ട്. അപ്പം അത് മുടക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാമജപവും ആദ്യമായിട്ട് നടന്ന ഭാഗവത സപ്താഹവും 2000 അതിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് ഭാഗവത മാഹാത്മ്യം തുടങ്ങിയെന്നാണ് നമ്മുടെ ഈ സത്രത്തിൻ്റെ ഭദ്രദൈവം. ആ തീയതിയും കൂടെ വളരെ കൃത്യമായിട്ട് വന്നു. അതാരാ തീരുമാനിച്ചത്? നമ്മളാരും തീരുമാനിച്ചതല്ല, അകത്തുനിന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനമേ നടക്കുകയുള്ളൂ. ഈ സത്രവേദിയിലെ പ്രഭാഷണം പറയുന്ന ദിവസമാണ് അന്ന് ഭാഗവതം സമാപിച്ച ദിവസം, ഫെബ്രുവരി 5 വളരെ കൃത്യമായിട്ട് അച്ഛൻ ഇതെല്ലാം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡയറി എടുത്ത് നോക്കിയപ്പോഴാണ് ഈ തീയതി എല്ലാം ഇത്ര കൃത്യമായിട്ട് കോർത്തിണക്കി കൊണ്ടുവന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. നമ്മൾ ദിവസവും രാവിലെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നില്ലേ? എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ ലോട്ടറി അടിക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, ഇല്ലെന്ന് പറയണില്ല. മനോരഥോ മതീയോയം സഫല സർവദാത്വയ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഭഗവാനെ, ഞങ്ങളെല്ലാം അവിടുത്തെ ദാസന്മാരാണ്. ഞങ്ങളുടെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അത് അവിടുന്ന് തന്നെ നടത്തിത്തരണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭഗവാനിൽ ഏൽപ്പിക്കുക. സപ്താഹമായാലും വീട്ടിലെ കാര്യങ്ങളായാലും സത്രമായാലും ഇവിടെയൊന്നും നമ്മുടെ പൗരുഷത്തിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മൾ ഗംഭീരമാക്കാൻ എവിടെയെങ്കിലും പറഞ്ഞു പോയെങ്കിൽ ഉറപ്പാണ് ഗംഭീരമാകുകയില്ല. ആരായാലും ശരിയാണ്. എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഭഗവാൻ തന്നെ അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്താൽ, സഹസ്രനാമത്തിൻ്റെ അവസാനത്തിൽ പറയുന്നില്ലേ, യജ്ഞവും യജ്ഞത്തിൻ്റെ സാധനങ്ങളും യജ്ഞഭുക്കും എല്ലാം ഞാൻ തന്നെയാണ്. ആ ഒരു മനോഗതിയോടുകൂടി വേണം നമ്മൾ സത്രത്തിൽ പങ്കെടുക്കാനും സത്രത്തിലെ കാര്യങ്ങൾ നടത്താനും. ഒരുപാട് സജ്ജനങ്ങളുടെ വളരെ നാളത്തെ പരിശ്രമമാണ് ഈ സത്രം. അല്ലാതെ ഇന്നലെ ഇങ്ങോട്ട് തീരുമാനിച്ചതൊന്നുമല്ല. മാസങ്ങളായിട്ട് പല ആൾക്കാരും പല രീതിയിലും പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടാണ് ഇന്ന് ഈ സത്രം നമ്മൾ കാണുന്ന രീതിയിൽ ഇവിടെ വിഭാവനം ചെയ്യാൻ പറ്റിയത്. അവിടെയെല്ലാം ഭഗവാന്റെ കൈകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യുക, ഭഗവാന്റെ തീരുമാനമാണ്. ആഹാരം പാകം ചെയ്യണം, കൃത്യസമയത്ത് വിളമ്പി കൊടുക്കണം, ക്ഷേത്രത്തിലെ വഴിപാടുകൾ കൃത്യമായിട്ട് നടക്കണം, പൂജകൾ കൃത്യമായിട്ട് നടക്കണം, യജ്ഞവേദിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. പിന്നെ വഴിപാടുകൾക്ക് രസീതുകൾ കൃത്യമായിട്ട് എഴുതണം. കൃത്യമായിട്ട് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തൂത്ത് തെളിച്ച് വൃത്തിയാക്കണം. വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. വരുന്ന ഭക്തന്മാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വരെ നമ്മൾ കണ്ടെത്തണം. അതൊക്കെ ഒരു സംഘാടക സമിതിയിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നിസ്സാര കാര്യമൊന്നുമില്ല. സജ്ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കണ്ടേ? വാർത്തകൾ എത്തിക്കണം, എങ്കിലല്ലേ അവർക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റുള്ളൂ. ഒരു ദിവസമെങ്കിലും വന്ന്, ഒരു നേരമെങ്കിലും വന്ന് പ്രഭാഷണം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ തീരുമാനമാണ്. ആ ഭഗവാന്റെ തീരുമാനമാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. വാർത്തകൾ, പ്രധാന വാർത്തകൾ വായിക്കാം. ആദ്യം
എനിക്ക് തന്നിരിക്കുന്ന വിഷയങ്ങൾ ദശമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെയുള്ള കഥകളാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി വാർത്തകൾ വിശദമായിട്ട് പറയുമ്പം 4-ാമത്തെ അധ്യായത്തിൽ യോഗമായ കംസൻ ദർശിക്കുന്നു. യോഗമായ ആരാ? സാക്ഷാൽ മഹാമായയാണ്, ദുർഗാ ഭഗവതിയാണ്. തൻ്റെ 8-ാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്നൊരു അശരീരി കേട്ട കംസൻ ആ 8-ാമത്തെ പ്രസവത്തിന് വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തു. ഭഗവാൻ അവതരിച്ചു. ആചാര്യൻ നമ്മളോട് പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞു. വളരെ ഭക്തി നിർഭരമായ രീതിയിൽ തന്നെ ഭഗവാന്റെ അവതാരം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വർണ്ണിച്ചു കഴിഞ്ഞു. നിശീതേ തവമുത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ അവിരാസീൽ യഥാപ്രാച്യാം ദിശി ഇന്ദു ഇവ പുഷ്കല. കിഴക്ക് ദിക്കിൽ കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാൻ കംസന്റെ കാരാഗൃഹത്തിൽ അവതരിച്ചു നാർ. ഭഗവാൻ ജനിക്കുകയാണോ ചെയ്തത്? സത്രവേദിയിൽ വന്ന ഒരു സജ്ജനങ്ങളും ഒരു സ്ഥലത്തും ഭഗവാൻ ജനിച്ചു എന്ന് പറയരുത്, തെറ്റാണ്. ഭഗവാൻ ജനിക്കുകയാണോ ചെയ്തത്? അവതരിക്കുക. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. ജനിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതമയമായിരിക്കുന്ന ശരീരമായിരിക്കണം. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്തം സൂക്ഷ്മാംഗം ഭോഗസാധനം. ഇതാണ് നമ്മുടെ ശരീരം. പഞ്ചപ്രാണൻ, മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി, അങ്ങനെ 17 ഘടകങ്ങൾ കൂടിയ ഒരു ഭോഗസാധനമാണ് ശരീരനാർ. സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നിരിക്കുന്നതാണ് ശരീരം. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു ശരീരം സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവതരിക്കുകയാണ്. ഉന്നതമായ സ്ഥാനത്ത് നിന്ന് നമ്മളിൽ ഒരാളായിട്ട് ഭഗവാൻ ഇറങ്ങി വന്നു എന്നാണ്. മാത്രമല്ല, ജനിച്ച ഒരാളാണെങ്കിൽ കൊച്ചുകുട്ടിയായിട്ട് വേണം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് വസുദേവർ കണ്ടത്. ഭാഗവതം പറയുന്നു, വസുദേവരാണ് ആദ്യം ഭഗവാനെ കണ്ടത്. തമത്ഭുതം ബാലകം എന്ന് പറയുന്ന ശ്ലോകത്തിൽ അവസാനം പറയുന്നു വസുദേവ ഐഷത, വസുദേവർ കണ്ടു എന്നാൾ. അത് കഴിഞ്ഞാണ് ദേവകീദേവി ഭഗവാനെ കാണുന്നു. അങ്ങനെ ആ ഭഗവാന്റെ ദർശനം കിട്ടി. ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. ഭഗവാൻ കുറേ കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവസാനം പറഞ്ഞു, നിങ്ങളിപ്പോൾ 3-ാമത്തെ ജന്മമാണ് എന്നെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും മോക്ഷം പ്രാപിക്കണം. ഭഗവാൻ കൊടുത്ത നിർദ്ദേശം ഇതാണ്, എന്നെ പുത്രഭാവത്തിൽ മാത്രം കണ്ടാൽ പോരാന്നാവും. ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മഭാവത്തിൽ കൂടെ എന്നെ കാണണം എന്ന് മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അവസാനമായി പറയുന്നു, കംസനെ ഭയമുണ്ടെങ്കിൽ ഭഗവാന് ഭയമൊന്നുമില്ല. കംസന് മാതാപിതാക്കളോട് പറയുകയാണ്, കംസനെ ഭയമുണ്ടെങ്കിൽ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ട് ഇതാക്കിയേക്കൂ. അവിടെ ഇപ്പോൾ ഒരു ആൾ അവതരിച്ചിട്ടുണ്ട്, യോഗമായ അവതരിച്ചിരിക്കുകയാണ്. ആ യോഗമായെ അല്ലെങ്കിൽ ആ കുട്ടിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോരുമെന്നാണ്. അത് മിലിറ്ററി ഓർഡറാണ്. ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻ്റ് എന്നാവും. ഭഗവാൻ പറഞ്ഞു, വസുദേവർ തിരിച്ചൊന്നും ചോദിച്ചില്ല, ഗോകുലത്തിലേക്ക് എങ്ങനെയാണ് പോണത്, ഈ അർദ്ധരാത്രിക്ക് എങ്ങനെ പോകും എന്നൊന്നും ചോദിച്ചില്ല. ഭഗവാന്റെ നിർദ്ദേശമാണ്. അപ്പോൾ ദേവിക്കൊരു ആഗ്രഹം ഉണ്ടായി എന്നാണ് പറഞ്ഞു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ശംഖുചക്രകഥാപന്മങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൂർണ്ണ രൂപത്തിൽ നിന്നാൽ എനിക്ക് ആ ഭഗവാനെ ഒന്ന് താലോലിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട്. ആ പ്രാർത്ഥന കേട്ട മാത്രയിൽ പ്രാകൃത ശിശു, ഒരു കുട്ടി എങ്ങനെയാണോ ജനിക്കുന്നത് ആ രൂപത്തിലായി ഭഗവാൻ എന്നാർ. ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ രൂപത്തിലായി തീർന്നു ഭഗവാന്റെ രൂപം. ദേവകീദേവി മടിയിലെടുത്ത് വെച്ച് ഭഗവാനെ താലോലിച്ചു.
നിർദ്ദേശം കിട്ടിയിട്ടില്ല, അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് വസുദേവരുടനെ കുട്ടിയെ കൈ വാങ്ങിച്ചു. ജനിച്ച ഒരു കുട്ടിയുടെ കയ്യിൽ ഓടക്കുഴലില്ല, പീലിത്തിരിമുടിയില്ല, അതൊക്കെ പുറകെ വരുന്നതാണ്. ആ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതിഗംഭീരമായ കൊടുങ്കാറ്റും മഴയും, കാളിന്തി നദി കരകവിഞ്ഞൊഴുകുക. വസുദേവർക്കൊരു ഭയം ഉണ്ടായില്ല എന്നാ പറഞ്ഞു. ഭഗവാനെ കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല വെളിച്ചം, കുറ്റാക്കുറ്റിരുട്ടാണ്. അഷ്ടമി ദിവസമാണ് ഭഗവാന്റെ അവതാരം. നമുക്ക് പലപ്പോഴും രോഹിണി കിട്ടാറില്ല. അപ്പോൾ പലർക്കും സംശയം വരാറുണ്ട്, നാളെയല്ലേ രോഹിണി, പിന്നെന്താ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്ന് നമുക്ക് സംശയം വരാറുണ്ട്. ആരോടെങ്കിലും നമ്മൾ സംശയം ചോദിച്ചിട്ടുണ്ടോ? അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നു. അവിടെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്കും തിഥിക്കാണ് വളരെ പ്രാധാന്യം. ഏകാദശി നോക്കുന്നു, നാളെ നോക്കിയിട്ടാണ്. ഏകാദശി തിഥിയാണ് നമ്മൾ നോക്കുന്നത്. പ്രദോഷം നാളെ നോക്കിയിട്ടല്ല. ത്രയോദശി സന്ധ്യയ്ക്കുള്ള സമയമാണ് പ്രദോഷം. അപ്പോൾ ഇവിടെ ഭഗവാൻ അവതരിച്ചത് അഷ്ടമി ദിവസമാണ്. അപ്പം അഷ്ടമി, അർദ്ധരാത്രിക്ക് അഷ്ടമി ഉള്ളപ്പോഴാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ ചിലപ്പോൾ രോഹിണി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ അഷ്ടമി ദിവസം പൂർണ്ണചന്ദ്രൻ ഏതായാലും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കുറ്റാക്കുറ്റിരുട്ടാണ്. ഭഗവാനെ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് പോലെ വെളിച്ചം കാണാം. അപ്പോഴവരൊക്കെ മുകളിലേക്ക് നോക്കി, ഇതെന്താ വെളിച്ചം, ഇവിടെ ആരും ട്യൂബൊന്നും ഇട്ടിട്ടില്ല. നോക്കിയപ്പം 800 ഫണങ്ങളുള്ള അനന്തൻ വന്ന് പത്തി വിരിച്ച് ഭഗവാന്റെ മുകളിൽ നിൽക്കുകയാണ്. തൻ്റെ യജമാനൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴരുത് എന്ന രീതിയിൽ അനന്തൻ വന്ന് പത്തി വിരിച്ച് നിൽക്കുന്നു. ആ അനന്തൻ്റെ പത്തിയിലുള്ള രത്നത്തിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് വസുദേവർക്ക് വഴി കാണിച്ചു കൊടുത്തത്. ആ വെളിച്ചം കണ്ട വഴിയെ വസുദേവർ സഞ്ചരിച്ചു. എങ്ങനെയാ പോകണ്ടേ എന്നൊന്നും സംശയം ഉണ്ടായില്ല എന്നാണ്. കാളിന്തി നദിയുടെ തീരത്തെത്തി. കാളിന്തി നദി കരകവിഞ്ഞൊഴുകുക. എങ്ങനെ അപ്പുറത്ത് കിടക്കും? ബോട്ടില്ല, വള്ളമില്ല, ഒന്നുമില്ല. വസുദേവർ ധൈര്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വഴിമാറിക്കൊടുത്തു എന്നാ പറഞ്ഞു. ശ്രീരാമാവതാര കാലത്ത് നദികളുടെ ഭർത്താവായ സമുദ്രത്തെ വിറപ്പിച്ചയാളാണ് വരുന്നത്. രാമേശ്വരത്ത് പോയി 3 ദിവസം വരുണനെ ശ്രീരാമചന്ദ്രൻ തപസ് ചെയ്തു എന്നാണ്. 3 ദിവസമായിട്ടും വരുണൻ പ്രത്യക്ഷപ്പെടുന്നില്ല. ലക്ഷ്മണാന്നൊന്ന് വിളിച്ചു. വിളി കേട്ടപ്പോഴേ മനസ്സിലായി ജ്യേഷ്ഠൻ കോപിച്ചിരിക്കുകയാണ്. വേഗം അമ്പും വില്ലും കൊണ്ട് കയ്യിലേക്ക് കൊടുത്തു. വില്ല് കൊലച്ചു, അമ്പെടുത്തു. വേഗം വരുണൻ വന്ന് കാക്കൽ നമസ്കരിക്കുകയാണ്. ഭഗവാനെ ക്ഷമിക്കണം, അവരുടെ വൈഭവം മനസ്സിലാക്കാതെ ഞാൻ വരാതിരുന്നതാണ്, ക്ഷമിക്കണം. ശ്രീരാമചന്ദ്രൻ്റെ കടക്കണ്ണ് ചുവന്നിരിക്കുകയാണ്. വേഗം പറഞ്ഞു, ഭഗവാനെ എന്നെ രക്ഷിക്കുക. ആഭീരമണ്ഡലം എന്നൊരു സ്ഥലമുണ്ട് സമുദ്രമധ്യത്തിൽ. ധാരാളം ദുഷ്ടന്മാരവിടെയുണ്ട്. ഈ അമ്പ് അങ്ങോട്ടയച്ച് എന്നെ രക്ഷിക്കണമെന്ന് വരുണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ശ്രീരാമാവതാരത്തിൽ വരുണനെ പോലും നിലയ്ക്ക് നിർത്തിയാളാണ് വരുന്നതെന്ന് മനസ്സിലായ കാളിന്തി വഴിമാറിക്കൊടുത്തു എന്നാവും. വസുദേവരെ കുട്ടിയുമായിട്ട് നേരെ അക്കരെ പോയി ഗോകുലത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ യശോദാദേവി പ്രസവിച്ച ഒന്നാന്തരം ഒരു പെൺകുട്ടി. അവിടെ എല്ലാവരും പകുതി മയക്കത്തിലാണ്. മായയുടെ ആവരണം എല്ലാം പകുതി മയക്കത്തിലാണ്. സത്ര സമിതി അല്ലെങ്കിൽ സത്ര സരസിലിരിക്കുമ്പോഴും മായ നമ്മളെ ആവരണം ചെയ്യും. പറയുന്ന കഥ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും, ഇല്ലേ? ഒരു നല്ല ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങും. ഞാനും തൂങ്ങിയിട്ടുണ്ട്. പക്ഷേ സൈക്കോളജി അറിയാവുന്നൊരു സാറാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ മതി, ഈ ഉറക്കമൊക്കെ മാറും. ഇവിടെ എല്ലാവരും യോഗമായി മയങ്ങിയിരിക്കുകയാണ്. വസുദേവരകത്ത് ചെന്നു. ഭഗവാനെ യശോദര അടുത്ത് കിടത്തി. യോഗമായെ കയ്യിലെടുത്തു. നേരെ തിരിച്ചു വന്നു. കംസൻ്റെ കാരാഗൃഹത്തിൽ വന്നു. നേരം വെളുത്തിട്ടില്ല എന്നാ പറഞ്ഞു. ചേടാ, ഇതെന്ത് മായയാണ്? അതുതന്നെയാണ് മായ. 12 മണിക്കൂർ മധുരയിൽ നിന്നും ഗോകുലത്തിലേക്ക് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഗോകുലത്തിൽ നിന്നും മധുരയിലേക്ക് 12 മണിക്കൂർ യാത്ര ചെയ്യണം. ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
കംസ നിഗ്രഹത്തിന് പുറപ്പെടുന്ന ഭഗവാൻ 12 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് മധുരയിലെത്തിച്ചേരുന്നത്. അവിടെയാണ് നിമിഷ നേരം കൊണ്ട് വസുദേവർ പോയി തിരിച്ചു വന്നു എന്നാ പറഞ്ഞു. നടക്കുവോ? തമത്ഭുതം ബാലകം. വേദവ്യാസ മഹർഷി ബുദ്ധിപൂർവമാണ് ആ ഭഗവാന്റെ അവതാര ശ്ലോകത്തിൽ ആദ്യമേ പറഞ്ഞു അത്ഭുത ബാലകനാണ്. അപ്പം അത്ഭുത ബാലകനെ കൊണ്ട് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തീരുമാനം ഭഗവാന്റെയാണ്. നേരം വെളുത്തില്ല, കംസന്റെ കാരാഗൃഹത്തിൽ വന്നു, കൽത്തുറുങ്കുകളെല്ലാം പൂർണ്ണ സ്ഥിതിയിലായി എന്നറിഞ്ഞപ്പോൾ ഈ കുട്ടിയൊന്ന് പതുക്കെ കരഞ്ഞു എന്നാവർ. ഈ പെൺകുട്ടി പതുക്കെ ഒന്ന് കരഞ്ഞു. ഈ കരച്ചിലും 3 ലോകങ്ങളും മാറ്റിക്കൊണ്ടു എന്നാവർ. കംസനും പകുതി ഉറക്കത്തിലാണ്. കംസൻ ചാടി എഴുന്നേറ്റു. കംസന്റെ ഭടന്മാർ ചാടി എഴുന്നേറ്റു. കംസനെ ആദ്യമായിട്ട് വിവരം ധരിപ്പിക്കുന്ന ആളിന് പട്ടും മുളയും പ്രത്യേകമുണ്ട്. അത് പറയാൻ മുകളിലേക്ക് പോകുന്നു. കംസൻ അവരെയെല്ലാം തള്ളി താഴെ ഇട്ടുകൊണ്ട് താഴത്തേക്ക് വരും. കാരാഗൃഹം രാജാവ് വന്നപ്പോഴത്തേക്കും തുറന്നു. വേഗം അകത്തേക്ക് കയറി ദേവകി ദേവി മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഇതൊരു പെൺകുട്ടിയാണ്, ഇതിനെയെങ്കിലും വളർത്താൻ ഒരു അനുവാദം അവിടുന്ന് തരണം. 6 പേരെയും വട്ടശിലയിൽ അടിച്ചു കൊന്നയാളാണ് കംസൻ. യാതൊരു ദൈന്യതയും കാണിച്ചില്ല എന്നാവർ. 7ാമത്തെ ആള് കംസനാൽ കൊല്ലപ്പെടേണ്ട ആളല്ല. അതുകൊണ്ട് ആ ദേവകീ ദേവിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റി യോഗമായാമുപാശ്രിതാം. യോഗമായെ വിളിച്ചിട്ട് പറഞ്ഞു, ഗർഭം ആകർഷിച്ച് മാറ്റിക്കോളൂ, കംസനാൽ കൊല്ലപ്പെടേണ്ട ആളല്ല. 7ാമത് ഗർഭം ഉണ്ടായി എന്ന് തോന്നി. പെട്ടെന്ന് വാർത്ത പറഞ്ഞു, ഗർഭം അലസിപ്പോയി. കംസന്റെ സമാധാനമായി, ഒരാളെ കൊല്ലാതിരിക്കാൻ പറ്റിയുള്ളൂ. 8ാമത് വന്നയാളാണ് ഭഗവാൻ. പക്ഷേ അവിടെയും ഭഗവാന്റെ യോഗമായ കൊണ്ട് പെൺകുട്ടിയാണ് രക്ഷിക്കണമെന്നാവർ. യാതൊരു ദൈന്യതയ്ക്കും അവിടെ വഴിയില്ല എന്നാവർ. ആദിച്ഛിതേ കല. ആ മൂർഖ സ്വഭാവമുള്ള കംസൻ യാതൊരു ദൈന്യതയും കാണിക്കാതെ കുട്ടിയെ പിടിച്ചിങ്ങോട്ട് വാങ്ങിച്ചു ദേവകി ദേവിയുടെ കയ്യിൽ നിന്ന്. ദീനദീനം കരയാണ് അമ്മ. പുറത്തുള്ള വട്ടശിലയിൽ കൊണ്ടുവന്ന് ഒറ്റ അടി അടിച്ചു എന്നാർ. അടിച്ചത് മാത്രമേ കംസന് ഓർമ്മയുള്ളൂ. സർവശക്തി ഉപയോഗിച്ചാണ്. 8ാമത്തെ ആളാണ്. ഇവൻ്റെ ഒരു ശരീരത്തിൻ്റെ കഷ്ണം പോലും ഇനി ബാക്കി ഉണ്ടാകരുത്, അത്രയ്ക്ക് ശക്തിയിലാണ് അടിച്ചത്. കംസന്റെ ശക്തി എന്താ? 10,000 ആനയുടെ ബലമുള്ള കുവലയാപീഠത്തിന് ദിവസവും രാവിലെ എടുത്ത് അമ്മാനമാടുന്നയാളാണ്. ഇതാണ് കംസന്റെ എക്സസൈസ്. അപ്പോൾ കംസന്റെ ബലം എന്തായിരിക്കും? അത്രയും ബലം എടുത്തിട്ടാണ് ഈ കുട്ടിയെ അടിച്ചത്. പക്ഷെ കയ്യ് വല്ലാതെ ആയിപ്പോയി എന്നാണ്. കാരണം പാറയിലൊന്നും കാണുന്നില്ല, കുട്ടിയെ കാണാനില്ല. ഇതെവിടെ പോയി? അപ്പോഴാണ് ആകാശത്തിൽ ഒരു അട്ടഹാസം കേട്ടു എന്നാർ. കംസൻ ഭയന്നു പോയി. ആ രൂപം കണ്ടപ്പോൾ സിംഹാരൂഢാം ത്രിനേത്രാം കരതല വിലസൽ ശംഖചക്രാസുരമ്യാം ഭക്രാവിഷ്ടപ്രദാത്രീം രിഭുമതനകരിം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്രാം ശശീതമകുടാം ശ്യാമളാംഗിം കൃശാംഗിം ദുർഗാം ദേവീം പ്രവദ്യേ ശരണമഹമശേഷാപതുന്മൂലനായ. പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആപത്തുകളെ ഇല്ലാതാക്കാൻ പറ്റിയ രൂപത്തിൽ ദുർഗാഭഗവതി കംസന് ദർശനം കൊടുത്തു. 8 കൈകളും 8 കൈകളിൽ ആയുധമുണ്ട്. സിംഹത്തിൻ്റെ പുറത്താണിരിക്കുന്നത്. ദർശനം കൊടുത്തു എന്ന് മാത്രമല്ല, കംസന് നിർദ്ദേശം കൊടുത്തു. എടാ, നിന്റെ കാലൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ഞാനല്ല നിന്റെ കാലൻ. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളാനാവും. നിന്റെ ഈ പരാക്രമമൊക്കെ സ്ത്രീകളോട് എന്തിനാ കാണിക്കണം? ദേവി അന്തർധാനം ചെയ്തു. കംസന് പെട്ടെന്ന് മനസ്സിന് മനംമാറ്റം ഉണ്ടായിരുന്നവർ. അതാണ് മനസ്സുഖം. ഇപ്പോൾ ഉണ്ടായ മനംമാറ്റം എന്താ? ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി. വേഗം കാരാഗൃഹത്തിൽ കിടക്കുന്ന വസുദേവരെയും ദേവിയെയൊക്കെ മോചിപ്പിച്ചു. ഉഗ്രസേനനെ മോചിപ്പിച്ചു. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. കൊല്ലാനാണെങ്കിൽ പോലും ആശ്രയിച്ചത് യോഗമായയാണ്. അല്ലെങ്കിൽ ആ മഹാദേവിയുടെ കാൽപാദങ്ങളിലാണ് കംസൻ കയറി പിടിച്ചത്. കൊല്ലാനാണ്, പക്ഷേ പിടിച്ചത് ദേവിയുടെ പാദങ്ങളിലാണ്. സത്സംഗത്തിൻ്റെ മഹിമ കൃഷ്ണാവതാരം ആദ്യം നമുക്ക് കാണിച്ചു തരിക.
സത്രത്തിൻ്റെ മഹിമ ആദ്യം കാണിച്ചു തരിക. ഈ സത്സംഗം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകുള്ളൂ. മാറ്റമുണ്ടായെങ്കിലേ മനസ്സിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിച്ചിരുന്നിട്ട് കാര്യവും. ഇല്ലെങ്കിൽ എന്നും നമുക്ക് ദുഃഖമായിരിക്കും എന്ന് തന്നെയാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ യോഗമായയുടെ ദർശനത്തോട് കൂടി കംസന് മനംമാറ്റം ഉണ്ടായി. പക്ഷേ കംസനിങ്ങനെ മനം മാറിയിരുന്നു കഴിഞ്ഞാൽ ശരിയാകും. അതുകൊണ്ട് ദുർമന്ത്രിമാരുടെ ദുർഭാഷണം, ദുസ്സംഗം ഉണ്ടായി. കംസൻ പിന്നെ തൻ്റെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അയക്കുകയാണ് ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ ആചാര്യൻ പറഞ്ഞതുപോലെ കൃഷ്ണാന്വേഷണം നമുക്കൂട്ട് ഇല്ലാത്തത് തന്നെയാണ്. നമ്മൾ അതുമാത്രം അന്വേഷിക്കണില്ല. ഏത് ജുവലറി കയറണം, ഏത് ടെക്സ്റ്റൈൽസിൽ കയറണം, അല്ല ഏത് അമ്പലത്തിൽ പോകണം നമ്മൾ ആരെങ്കിലും തീരുമാനിക്കാനുള്ളൂ. എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ പോവും. കൊടുങ്ങല്ലൂർ പോയി വഴിപാട് കഴിച്ചോളാൻ പറഞ്ഞാൽ ഉടനെ പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. അത് ദുഃഖം ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ പോണ വഴിക്കൊന്ന് ഭഗവതി കയറി തൊഴുതേക്കാം. അങ്ങനെ ആരും വിചാരിക്കാം നമുക്ക് ഇപ്പം സമയമില്ല, പോയിട്ട് വരട്ടെ. ഈ പറഞ്ഞാൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഗുരുവായൂർ എത്തുമ്പോൾ താമസിക്കും. അവിടെ തിരിച്ചു വരുമ്പോൾ കൊടുങ്ങല്ലൂർ കയറാമെന്നാണ് പറയുന്നത്. തിരിച്ചു വരുമ്പോൾ അർദ്ധരാത്രി അവന് കയറാനും പറ്റിയത്. നേരെ മറിച്ച് നമുക്കൊരു ദുഃഖം ഉണ്ടെങ്കിലോ കൊടുങ്ങല്ലൂർക്കായിട്ട് നമ്മൾ മുന്നേ പോവും. സംശയമൊന്നും വേണ്ട. ഭാഗവതത്തിൻ്റെ ആദ്യം പറഞ്ഞില്ലേ കുന്തിദേവി, ഭഗവാനെ എനിക്ക് എപ്പോഴും ദുഃഖം തരണേ എന്നാ പറഞ്ഞു. ദുഃഖമുണ്ടായെങ്കിലേ ഭഗവാന്റെ രൂപം മനസ്സിൽ നിന്ന് മാറാതിരിക്കുകയുള്ളൂ. സുഖസമൃദ്ധിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാനും ഇല്ല, സത്രവും ഇല്ല, ഭാഗവതവും ഇല്ല. നമ്മളാണ് ലോകരാവണൻ. നമ്മളുള്ളത് കൊണ്ടാണ് ഭൂമി കറങ്ങുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാർ വരെയുണ്ട്. സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാന്നാ പറഞ്ഞു. അതൊന്നുമല്ല. അടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം. കുടിക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഉണ്ടോണ്ടിരിക്കുകയാണ്, വെള്ളം എടുക്കാൻ നോക്കിയപ്പോഴാണ് കൈ വഴങ്ങുന്നില്ല, സ്ട്രോക്കാ. ആ വായിട്ട ഉരുള അവിടെ ഇരിക്കുക, അത് അടുത്തേക്ക് പോകണമില്ല. ആലോചിച്ച് നോക്കിയേ. ആ വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുവാദം വേണം. ഇവിടെ ഓരോരുത്തരായിട്ട് കൃഷ്ണാന്വേഷണം നടത്തുകയാണ്. നമ്മളും നടത്തുക. 24 വർഷമായില്ലേ ഭാഗവതം കേൾക്കണു. ഭാഗവതത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റിയോ? സ്വന്തമായിട്ട് ആലോചിച്ചാൽ മതി. പറ്റിയെങ്കിൽ നമ്മളൊക്കെ ഭാഗവതോത്തമന്മാരാണ്. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങിക്കോളണം. 24 നിർത്തരുത്. 25, 26, 27 എപ്പോഴാ ഒരു സ്പാർക്ക് ഉണ്ടാകണമെന്ന് അറിയാൻ പറ്റിയത്. ജീവിത യാത്രയിൽ എപ്പോഴെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരും. അപ്പം നമുക്ക് ആ ജീവിത വിജയം ഉണ്ടാകും. മോക്ഷം പ്രാപിക്കാനാണ് നമ്മൾ ശരീരം സ്വീകരിച്ചിരിക്കുന്നതെന്ന്. 7.5 കോടി ജന്മം കഴിയുമ്പോഴാണ് ജീവാത്മാവിന് മനുഷ്യശരീരം കിട്ടുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ പുരാണങ്ങളിലാണ്, ഭാഗവതത്തിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ഭാഗവതിനെ അരിച്ചു പെറുക്കരുത്. എവിടെ ഇത് പറഞ്ഞിരിക്കണമെന്ന് നോക്കരുത്. പല പുരാണങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം പ്രാപിക്കാൻ പറ്റും. എന്താ? ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഇതെല്ലാം നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. 84 ലക്ഷം ജീവജാലങ്ങൾ ബ്രഹ്മസൃഷ്ടിയിലുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭാഗവതത്തിൻ്റെ ആദ്യം പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിലെ 10ാമത്തെ മനുഷ്യൻ മനുവിൻ്റെ പുത്രനായതുകൊണ്ടാണ് നമുക്ക് മനുഷ്യൻ എന്ന പേര് കിട്ടിയത്. അവിടെ നമുക്ക് ഈശ്വരൻ ഒരു ശക്തി കൂടെ തന്നു, വിവേകം. തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. ആ വിവേകത്തിൽ കൂടെ മനുഷ്യജന്മത്തിലെ തിരിച്ചറിഞ്ഞ് ഭഗവാനെ അന്വേഷിക്കണം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ പറയുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പം കളികളിൽ നമ്മൾ രമിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയായി കഴിയുമ്പം വിഷയങ്ങളിൽ നമ്മൾ രമിച്ചിരിക്കുകയാണ്. ഇനി ഓരോ 60-65 വയസ്സൊക്കെ കഴിഞ്ഞാലോ, 60 വയസ്സാകുമ്പോൾ സർക്കാർ തന്നെ 55, 58, 60 ഒക്കെ സർക്കാർ നമ്മളെ വയസ്സന്മാരായിട്ട് പ്രഖ്യാപിക്കും. പെൻഷനായി, റിട്ടയർമെൻറ്റായി. പിന്നെ വേറെ ചിന്തകളാണ്. ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? കുട്ടികളായി, മക്കളുടെ മക്കളായി, പിന്നെ മക്കളുടെ മക്കളെ നോക്കണം, ബസ് കയറ്റി വിടണം, സ്കൂളിൽ കൊണ്ടുപോകണം, അവരുടെ രക്ഷാകർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോവുകയാണ്. കളിയായിട്ടും ശരിയായിട്ടും കുറേ നാൾ പോവും, ഉറങ്ങിക്കൊണ്ട് കുറേ നാൾ പോവും, വിഷയങ്ങളുടെ പുറകെ കുറേ നാൾ പോവും. പിന്നെ ചിന്തകളാണ്. ആ ചിന്തയിലെങ്കിലും നമ്മൾ
കൃഷ്ണാന്വേഷണം നടത്തണം. അതിനാണ് ഷഷ്ട്യബ്ദ പൂർത്തിയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഗംഭീരമായിട്ട്. സദ്യ നടത്തി പിരിഞ്ഞാൽ പോരാ, സദ്യ നടത്തണം, അത് വേറെ കാര്യം. അത് കഴിയുമ്പം ഈ ആഘോഷിച്ച ഇയാൾ ഭഗവാനെ അപ്പോഴെങ്കിലും തിരക്കണം എന്നാവും. കാരണം 120 വയസ്സ് തന്നിട്ടുണ്ട്, 58ാമത്തെ വയസ്സിൽ പോകും, അത് വേറെ കാര്യം. ഈ 120 വയസ്സ് തന്നിരിക്കുന്ന നമ്മൾ 60 വയസ്സ് കഴിയുമ്പോഴെങ്കിലും ഭഗവാനെ അന്വേഷിച്ചില്ലെങ്കിലോ? എൻ്റെ ഗുരുദാസൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് 58 വയസ്സ് വരെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. 90ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 2 ദിവസത്തെ പനി മാത്രം, ആശുപത്രി പോകേണ്ടി പോലും വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ജാതകം മാറ്റി എഴുതിയത് ഭാഗവതമാണ്. 22ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭാഗവതം എടുത്തതാണ്. യാതൊരു ആഗ്രഹവും ഇല്ലാതെ ഭഗവാന്റെ കഥകൾ വായിച്ചും പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യുക. ആ യാത്രയിൽ ജാതകത്തിനൊന്നും ഒരു സ്ഥാനം ഉണ്ടായില്ല എന്നാണ്. അപ്പം അതാണ്, ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും പല മാറ്റങ്ങളും ഉണ്ടാവും. കൃഷ്ണാന്വേഷണം നടത്തണം. അവിടെ ഭഗവാന്റെ ജാതകർമ്മം പിന്നെ നടക്കുന്നു. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തേതാണ് ജാതകർമ്മം. പ്രസവിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടതാണ് ജാതകർമ്മം. പിന്നെ നാമകരണം 12ാമത്തെ ദിവസം. ബ്രാഹ്മണരുടെ രീതിയിൽ 16 സംസ്കാരങ്ങൾ ഒരാൾ ജനിച്ചാൽ വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ജാതകർമ്മവും നാമകരണവും. പിന്നെ ചൗളം, ഉപനയനം, ചോറൂണ്, ചൗളം, ഉപനയനം, സമാവർത്തനം, വിവാഹം, അങ്ങനെ പടിപടിയായിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യണം. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടിയുണ്ടാകുമ്പോൾ പുംസവനം, സീമന്തം, ഇതൊക്കെ എത്ര പേര് അനുഷ്ഠിക്കുന്നുണ്ടെന്ന് പോലും ഇപ്പോൾ അറിയാൻ പറ്റില്ല. 16 ഷോഡശ സംസ്കാരങ്ങൾ തന്നെ ഉണ്ടോ എന്നറിയാവുന്നവർ തന്നെ ഇന്ന് വളരെ ചുരുക്കമാണ്. ഇതെല്ലാം നമുക്ക് ഒരു മനുഷ്യനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം വേണം. ഗർഗമഹർഷി വന്ന് ജാതകർമ്മം നടത്തി, നാമകരണം നടത്തി, ബലരാമനെ എടുത്ത് മടിയിൽ വെച്ചു, നാമകരണം നടത്തി, ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചു. എന്തു ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വിഷമിച്ച ഗർഗന് ഭഗവാൻ തന്നെ സിഗ്നൽ കൊടുത്തു എന്നാണ്. താടിയെ പിടിച്ച് പതുക്കെ ഒന്ന് വലിച്ചു. അപ്പോൾ മനസ്സിലായി ഇവൻ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പേരിടാവുന്നതാണ്. ഭഗവാൻ ആരെ അന്വേഷിച്ച് ഭഗവാൻ പോയിട്ടില്ല. കൃഷ്ണാന്വേഷണം, എല്ലാവരും ഭഗവാനെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയാണ്. കംസൻ്റെ കിങ്കരന്മാർ പോലും ഭഗവാനെ അന്വേഷിച്ച് വരുന്നു. അങ്ങനെ ഭഗവാന്റെ നാമകരണം കഴിഞ്ഞു. പൂതനാമോക്ഷം പഴയ കുടിശ്ശിക ഫയലാണ്. വാമനാവതാരത്തിലെ ഇന്ദ്രസേനൻ്റെ പുത്രിയായ രത്നമാല ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ച് താലോലിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നവർ. ഇന്ദ്രസേനാരാ? മഹാബലിയാണ്. മഹാബലിയുടെ ശരിക്കുള്ള പേര് ഇന്ദ്രസേനൻ എന്നാണ്. തന്നെ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മഹാബലിയായത്. ആ രത്നമാലയുടെ ആഗ്രഹം വാമനാവതാരത്തിൽ നടന്നില്ല, ബ്രഹ്മചാരിയാണ്. കൃഷ്ണാവതാരത്തിൽ ആദ്യം ഇതെടുത്തു. കാരണം എന്താ? നിരോധമാണ്. ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം തന്നെ നിരോധമാണ്, അല്ലേ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ആദ്യത്തെ 1-2 സ്കന്ധങ്ങൾക്ക് ലക്ഷണങ്ങളൊന്നുമില്ല. ഉത്തമനായ വക്താവിനെയും ഉത്തമനായ ശ്രോതാവിനെയും അവിടെ അവതരിപ്പിക്കുക. ഭാഗവതം കേൾക്കാൻ ഒരാൾ വേണം, ഭാഗവതം പറയാനൊരാൾ വേണം. ശുഖബ്രഹ്മർഷിയെയും പരീക്ഷത്തെയും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന കഥകളാണ് 1-2 സ്കന്ധങ്ങൾ. 3ാമത്തെ സ്കന്ധം മുതൽ ലക്ഷണങ്ങൾ വർണ്ണിച്ച് 10ാമത്തെ സ്കന്ധത്തിൽ നിരോധവും വിരോധമൊക്കെ നമുക്ക് നല്ല പരിചയമാണ്. എന്തിനോടാ? നമ്മുടെ ജീവിതത്തിനോട് വേണമെന്നാണ്. ഭാഗവതം കേട്ടാൽ ഭക്തി ഉണ്ടാകണം, ഭക്തിയിൽ കൂടെ ജ്ഞാനത്തിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ PhD എടുത്തയാളാണ്, പിന്നെ എന്ത് ജ്ഞാനമാണ് ഇനി ഉണ്ടാകാൻ പോണേ? ആ ജ്ഞാനമല്ല, ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടാകണം. അപ്പം ജ്ഞാനമുണ്ടാകും. ജ്ഞാനത്തിൽ കൂടെ നമുക്ക് മോക്ഷം പ്രാപിക്കാനുള്ള വഴി ഉണ്ടാകും. അല്ലെങ്കിൽ നിരോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോൾ എല്ലാത്തിനോടും വിരക്തി ഉണ്ടാകും. അതുതന്നെയാണ് നിരോധം. ഇവിടെ ഭഗവാൻ തൻ്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവതരിച്ചെന്ന് ആദ്യം കാണിക്കുകയാണ്. പൂതനയാണ് നിഗ്രഹിക്കുന്നതെങ്കിലും രത്നമാലയാണ് വേഷം മാറി വന്നതെങ്കിലും ഒക്കെ
അവിടെ ഒരു സ്ത്രീയെ ഭഗവാൻ ജയിക്കുകയാണ്. കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തു. 3 ഗവ്യൂരി നീളത്തിൽ വൃക്ഷങ്ങളെല്ലാം ഒടിഞ്ഞു വീണുന്നാർ. 10 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു പൂതനയുടെ ശരീരത്തിനെന്നാർ. അപ്പം അതിൻ്റെ വീതിയും ബാക്കി അവയവങ്ങളൊക്കെ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. ആ പൂതനയുടെ ശരീരത്തിൽ കടുകുമണി പോലെയാണ് ഭഗവാൻ ഇരുന്നത്. പൂതനയുടെ ജീവനും മോക്ഷം കൊടുത്തു. പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അകിലിൻ്റെ മണമാണുണ്ടായിരുന്നാർ. ഭഗവാൻ സ്വീകരിച്ച പ്രാണനാണ്. പിന്നെ ആ ശരീരത്തിൽ എന്താ ഇനി മാലിന്യമായിട്ടുള്ളത്? അങ്ങനെ പൂതനാമോക്ഷം. അത് കഴിഞ്ഞപ്പോൾ ശകടാസുരനും തൃണാവർത്തനും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. ഇവരെല്ലാം പൂർവ്വജന്മത്തിലെ കുഴപ്പക്കാരാണ്. ശ്രീകൃഷ്ണാവതാരത്തിലെ പൂർണ്ണ അവതാരമാണ്, പൂർണ്ണ പുണ്യതമാവതാരമാണ്. ഓരോ അവതാരത്തിലും ഭഗവാന് സാധിക്കാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ സാധിക്കണം. എല്ലാ കുടിശ്ശിക ഫയലുകളും കൊണ്ടാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം. അങ്ങനെ ശകടാസുരനെയും തൃണാവർത്തനെയും ഭഗവാൻ നിഗ്രഹിക്കുകയാണ്, കൊല്ലുക അല്ല, നിശേഷേണ ഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കുക, തന്നിലേക്ക് തന്നെ അവരെ സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം യശോദാമ്മയ്ക്ക് തൻ്റെ വായിൽ ദിവ്യദർശനം കൊടുത്തു. ബ്രഹ്മഭാവത്തിൽ എന്നെ കാണണം എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പം അമ്മയോർത്തി കൊച്ചുകുട്ടിയല്ലേ എന്ന് വിചാരിച്ചു. ഒരു ദിവസം മകനെ മടിയിലെടുത്ത് വെച്ച് വായൊക്കെ പരിശോധിച്ചു. വല്ല കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അമ്മമാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നോക്കിയപ്പോഴാണ് വായൊന്ന് പൊളിച്ചു. പ്രപഞ്ചം മുഴുവനും യശോദാമ്മ വായിൽ കണ്ടു എന്നാണ്. യശോദാമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല എന്താ കാര്യമെന്ന്. എന്തായാലും പെട്ടെന്ന് വായടച്ചു. ഇനി കൂടുതലൊന്നും അറിയണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ അമ്മയ്ക്ക് ബ്രഹ്മദർശനം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഉലൂകല ബന്ധനം. നളകൂബരനും മണിഗ്രീവനും അന്നത്തെ കുബേരൻ്റെ പുത്രന്മാരാണ്, കോടിപതിയുടെ പുത്രന്മാരാണ്. ആ സമ്പത്തിൻ്റെ അഹങ്കാരം അവരിലുണ്ടായിരുന്നു. ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്ന നളകൂബരനും മണിഗ്രീവനും നാരദൻ വരുന്ന കണ്ടപ്പോൾ സ്ത്രീകളെല്ലാം കരയ്ക്ക് കയറി അവർ സ്ഥലം വിട്ടു. ഇവർ വീണ്ടും ജലത്തിൽ കിടന്ന് കളിച്ചു. നാരദൻ ഓർത്തു, നല്ല കുട്ടികളാണ്, എന്താ ഇങ്ങനെ അഹങ്കാരികളായിപ്പോയത്? സമ്പത്തിൻ്റെ അഹങ്കാരമാണ്. നിങ്ങൾ മരുതുമരങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു എന്നാർ. അവർക്ക് വിഷമമായി. അവർ നാരദൻ്റെ കാൽക്കൽ വന്ന് ശാപമോക്ഷം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ഗോകുലത്തിൽ പോയി നിന്നോളൂ, ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാർ. അവർ മരുതുമരങ്ങളായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം യശോദാമ്മയ്ക്ക് ഭഗവാനെ ശിക്ഷിക്കണം തോന്നി. കുരുത്തക്കേട് കാണിച്ചിട്ടാണ്. കാരണം എന്താ, വിളവിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ശ്രീകൃഷ്ണാവതാരം. അവിടുന്ന് പോയതേ ഉള്ളൂ കയ്യിൽ, വേറെ ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടിയ ആളാണ്. തൈരിരുന്ന കലമൊക്കെ തല്ലിപ്പെട്ട് ഏതമ്മയ്ക്ക് ആ ദേഷ്യം വരാത്തത്? നമ്മളാണെങ്കിൽ പിന്നെ കൃഷ്ണൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ പറ്റും. ഇത് ശിക്ഷിക്കണമെന്നേ തോന്നിയുള്ളൂ. പക്ഷെ അതൊരു ഗോഷ്ഠിയായിട്ട് തീർന്നു. അവസാനം ഭഗവാൻ തന്നെ തീരുമാനിച്ചു, അമ്മ ശിക്ഷിച്ചോട്ടെ. അപ്പോഴാണ് പിടിച്ച് ഉരലിൽ കെട്ടിയിട്ടു. കെട്ടാനും വളരെ വിഷമിച്ചു എന്നാർ. എന്താ, അഹങ്കാരത്തോടു കൂടി എന്താ കെട്ടാൻ പറ്റിയില്ല, നമുക്കും പറ്റൂല എന്നാർ. 2 അക്ഷരം വേണം, ഭക്തി. ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അസന്നിധ്യമായിട്ട് ഉലൂഹല ബന്ധനത്തിൽ കൂടെ തെളിവ് സഹിതം ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ എത്ര പേര് ഉൾക്കൊള്ളുന്നു? ഭഗവാനെ, ഞങ്ങൾ അറിയാതെ ചെയ്ത ഒരു അപരാധമാണ്, ക്ഷമിക്കണം. ഇനി ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവത് പൂജകളാകണം, ഞങ്ങൾ പറയുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളാകണം, ഞങ്ങൾ നടക്കുന്നതെല്ലാം ഭഗവാനുള്ള പ്രദക്ഷിണങ്ങളായി തീരണം. മനസ്സാ വാച കർമ്മണ. ചുരുക്കി പറഞ്ഞാൽ, സമയം കുറവായതുകൊണ്ടാണ് ഷോർട്ട് ഇതിൽ പറയണത്. മനസ്സാ വാച കർമ്മണ, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവത് പൂജകളായി തീരണം എന്ന് പ്രാർത്ഥിച്ചവർ അവരുടെ ലോകത്തേക്ക് പോവുകയാണ്. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. വന്ന് നോക്കിയപ്പോഴാണ് 2 വലിയ വടവൃക്ഷങ്ങൾ മറിഞ്ഞു വീണ് കിടക്കുന്നു. കണ്ണൻ ഓടിച്ചൊന്ന് നോക്കി. കണ്ണന് വല്ല കുഴപ്പമുണ്ടോ എന്നാണ് നോക്കണം. കണ്ണനൊരു കുഴപ്പമില്ല. എന്നാലും അവരുടെ രീതിയിൽ, യദുക്കൾ അവരുടെ രീതിയിലുള്ള സംരക്ഷണം ഭഗവാന് കൊടുക്കും. ഗോമൂത്രത്തിൽ കുളിപ്പിക്കുക, ചാണകം കൊണ്ട് സന്ധിബന്ധങ്ങളെല്ലാം സംരക്ഷിക്കുക. അത് ഈ ഉണ്ടായ സംഭവങ്ങളിലെല്ലാം പൂതനാമോക്ഷത്തിലും ശകടാസുരന്മാരെ നിഗ്രഹിച്ചപ്പോഴുമൊക്കെ ഭഗവാന് അവരുടെ രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ രക്ഷ അവർ ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെ നളകൂബരനും മണിഗ്രീവനും മോക്ഷം കൊടുത്തു ഉലൂഹല ബന്ധനത്തിൽ കൂടെ.
പിന്നെ വൃന്ദാവന യാത്രയിൽ കൂടെ ഭഗവാൻ പോകുന്നു. വത്സാസുരവധം, ബകാസുരവധം, അഹാസുരമോക്ഷം, ഈ 3 അസുരന്മാരെ കൂടെ ഭഗവാൻ കൊന്നു എന്നാ പറഞ്ഞു. വത്സാസുരൻ പശുവിൻ്റെ രൂപത്തിൽ വന്നു. ആ വത്സാസുരനെ ബലരാമനാണ് നിഗ്രഹിക്കുന്നത്. ഭഗവാന്റെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെടേണ്ട ആളല്ല. അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത് സൂക്ഷിച്ച് നോക്കിക്കുക, ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്നാണ്. നമ്മുടെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ 5-ാമത്തെ വയസ്സിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഓടക്കുഴൽ വേണം, എനിക്ക് പശുക്കുട്ടികളെയും ഗോപന്മാരുമായിട്ട് പോകുമ്പോൾ അവരെ പല കാര്യത്തിലും എനിക്ക് ഓടക്കുഴൽ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. 5-ാമത്തെ വയസ്സിലാണ് ഭഗവാന് ഓടക്കുഴൽ വരുന്നത്. 9 ദ്വാരങ്ങളുള്ള ഒരു മുളങ്കമ്പ് വസുദേവർ ഭഗവാന് കൊടുത്തു എന്നാണ്. നമ്മുടെ ശരീരം തന്നെയാണ്, നമ്മുടെ ശരീരത്തിനുണ്ട് 9 ദ്വാരങ്ങൾ. അങ്ങനെ ആ ഓടക്കുഴൽ ഭഗവാന് സമ്മാനിച്ചു. ബലരാമൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ പന്തിയല്ലാത്തൊരാളെ കാണുന്നു. അവൻ്റെ കാലെ പിടിച്ച് ഒരു പനയുടെ മൂട്ടിലിട്ട് ഒറ്റ അടി കൊടുത്തു എന്നാണ്. വത്സാസുരനെ നിഗ്രഹിച്ചു. ബകാസുരൻ വരുന്നു, പുള്ളിൻ്റെ രൂപത്തിലാണ്. ഭഗവാന്റെ കഥയിൽ ബകാസുരവധത്തിന് ഒരുപാട് സൽഫലങ്ങളുണ്ട്. ഈ ബകാസുരൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും കയറ്റി അവസാനം ഭഗവാൻ കയറിയെന്നാറ്. എല്ലാവരും കയറിക്കഴിഞ്ഞ് ഭഗവാനും കയറിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ള വായങ്ങോട്ടടച്ചു. പക്ഷേ ഭഗവാനെ വിഴുങ്ങാനും പറ്റുന്നില്ല. ഒന്നും മേലാത്തൊരവസ്ഥയിലായി അവസാനം ഭഗവാനെ ഛർദ്ദിച്ചു എന്നാറ്. ഛർദ്ദിച്ചു കഴിഞ്ഞപ്പം ഈ പുള്ളിൻ്റെ ഒരു ചുണ്ടൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ ചുണ്ടേ പിടിച്ച് വലിച്ചു കീറി ദൂരെ ഇട്ടു. പുള്ളിനെ ചുണ്ട് കീറിയ കൃഷ്ണൻ നമ്മുടെ ഏറ്റവും അടുത്ത് തൊടുപുഴയിലുണ്ട്. ചേർത്തല തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ആ ഭാവത്തിലുള്ളതാണ്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ തിരക്കിയെങ്കിൽ അറിയാം, അവിടെ നട തുറന്നാൽ ആദ്യം നിവേദ്യം വേണം, അല്ലെങ്കിൽ ഭഗവാന്റെ കിങ്ങിണി ഊരിപ്പോകുന്ന ആൾ. പുള്ളിനെ ചുണ്ടുകീറിയ ഭാവത്തിലുള്ള ഭഗവാനാണ്. പക്ഷിവീടയ്ക്കും ബാലാരിഷ്ടകൾക്കൊക്കെ അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭഗവാന്റെ അഭിഷേക ജലം മേടിച്ച് കുട്ടികളെ കുളിപ്പിച്ചാൽ മതി. പല ക്ഷേത്രങ്ങളിലും ഈ തോട്ടപ്പള്ളിയിലേക്ക് ധാരാളം കുട്ടികളെ കൊണ്ടുവന്ന് ആൽത്തറയിൽ വട്ടത്തിൽ നിർത്തി ഭഗവാന്റെ അഭിഷേക ജലം മേടിച്ച് കുളിപ്പിക്കുന്നുണ്ട്. ബാലാരിഷ്ടകളൊക്കെ മാറാൻ നല്ലതാണെന്നാണ് പറഞ്ഞു. അപ്പം അങ്ങനെ ആ തൊടുപുഴ പാടുന്ന ശ്രീകൃഷ്ണസ്വാമിയും ബകാസുരവധത്തിലെ ഭഗവാനാണ്. അതുകൊണ്ടാണ് നട തുറന്നാൽ ഉടനെ നിവേദ്യം, അത് കഴിഞ്ഞിട്ടാണ് അഭിഷേകവും പൂജയൊക്കെ ആരംഭിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ്. എണീറ്റ് ആ വാ പോലും കഴുകാതെ ബെഡ് കാഫി കുടിക്കണം. അത് കട്ടിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ സുഖം, എണീറ്റ് അവിടം വരെ ചെന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ടേ ആലോചിക്കുള്ളൂ പല്ല് തേക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള കാര്യം. ഭഗവാനും ആ കൂട്ടത്തിൽ അതും നമുക്ക് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞാണ് അഹാസുരമോക്ഷം. അഹാസുരൻ പെരുമ്പാമ്പായിട്ട് വരുന്നു. എല്ലാവരും ഭഗവാന്റെ ആ അഹാസുരൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അവിടെ നിന്ന് ത്രിവിക്രമനായിട്ട് വളർന്നു എന്നാണ്. അഹാസുരൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം നുറുങ്ങി ആ അഹാസുരനിൽ വന്ന് ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിക്കുന്നത് എല്ലാവരും കണ്ടു. അപ്പോൾ സംശയം ഉണ്ടായി എന്നാ പറഞ്ഞു. ഭഗവാനെ വിഴുങ്ങിയാൽ മോക്ഷം കിട്ടുമോ? സംശയം എന്താ? ഭഗവാനെ വിഴുങ്ങാൻ പറ്റാത്തതാണ് നമുക്കൊക്കെ ഉള്ള കുഴപ്പം. ഏനകേന പ്രകാരേണ മനഃകൃഷ്ണേ നിവേശയിൽ, എങ്ങനെയെങ്കിലും ഏത് രൂപത്തിലായാലും ഏത് ഭാവത്തിലായാലും ആ ഭഗവാനെ നമ്മുടെ ഉള്ളിലൊന്ന് ബന്ധിക്കാൻ, ശത്രുവായിട്ടായാലും മതി. എന്നാൽ ആ മുടക്കുഴ പോകണമല്ലോ എൻ്റെ കൃഷ്ണ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ദിവസം പറഞ്ഞാൽ മതി. മുടക്കുഴ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കും. നമ്മൾ പറയേണ്ടത് ചീത്തയാണെങ്കിലും അതുകൊണ്ടാണ് ഭഗവാൻ പറയും, എന്തെങ്കിലും ചീത്ത പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നേ പറയാവുള്ളൂ. അപ്പോൾ ശിക്ഷിക്കണോ രക്ഷിക്കണോ എന്ന് ഭഗവാൻ തീരുമാനിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ജീവിതയാത്രയിൽ ആ ഭഗവാനെ കുട്ടിയായിട്ടോ ഇനി ചതുർഭുജനായിട്ടോ ശ്രീകൃഷ്ണനായിട്ടോ മുരളീധരനായിട്ടോ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനായിട്ടോ ഏത് ഭാവത്തിലും ആയിക്കോട്ടെ, ഏത് രൂപത്തിലും ആയിക്കോട്ടെ, ആ ഭഗവാനെ എങ്ങനെയൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മം സഫലമായി എന്നാറ്. ഈ മനുഷ്യജന്മത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സാത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടം ഏകോ ഗമിഷ്യാമി. എങ്ങോട്ടാണ് നമ്മൾ പോണേ? നമ്മളാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ എവിടെ ഇറങ്ങേണ്ടതെന്ന് അറിയാൻ പറ്റും. അത് ഭഗവാൻ തീരുമാനിക്കും. ടിക്കറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ടിക്കറ്റ് തന്നാ വിട്ടിരിക്കണം.
അത് എപ്പോഴാണ് ടിക്കറ്റ് അങ്ങോട്ട് പോകണേന്ന് അറിഞ്ഞയാൾ പരീക്ഷത്ത് മാത്രമേ ഉള്ളൂ. 7 ദിവസം ഉണ്ടെന്ന് ഉറപ്പായത് പരീക്ഷത്ത് മാത്രമേ ഉള്ളൂ. നമുക്കാർക്കും ഉറപ്പില്ല. നിഴല് പോലെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നയാളാണ് മരണം. അപ്പോൾ എപ്പോഴും ആ ഭഗവാനെ മനസ്സിൽ നമ്മൾ ധ്യാനിച്ച് നടന്നാൽ റോഡേ കൂടെ നാമം ചോദിച്ചുകൊണ്ട് നാളെ നടക്കരുതായിരുന്നു. സത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുകൊണ്ട് നാളെ മുതൽ അപ്പുറത്തെ റോഡിൽ കൂടെ നാരായണ നാരായണ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ട് ഇടും. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇതൊന്നും ഉൾക്കൊള്ളാത്ത ആൾക്കാരായിരിക്കും. എടാ അവൻ റോഡിൽ കൂടെ ഇന്നലെ മുതൽ നാമം ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, ഭക്തി തലയ്ക്ക് പിടിച്ചെന്ന് തോന്നണമെന്നാണ് പറഞ്ഞെന്ന് പറയും. അത് പാടില്ല, മനസ്സിൽ വേണം. വണ്ടി ഓടിക്കുമ്പോഴും അരി വയ്ക്കുമ്പോഴും കൂട്ടാൻ വയ്ക്കുമ്പോഴും മിറ്റ അടിക്കുമ്പോഴും ഒക്കെ ഭഗവാന്റെ നാമം ജപിക്കാമെന്നാണ് പറഞ്ഞു. ഋതുവായ പെണ്ണിനും അവിടെ അശുദ്ധിയുടെ വിഷയമേ ബാധിക്കുന്നില്ല. ഭഗവാന്റെ നാമം, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഗായത്രി മന്ത്രം ജപിക്കരുത്, അതിന് ശുദ്ധാശുദ്ധങ്ങളൊക്കെ നോക്കണം. പുസ്തകങ്ങൾ വായിച്ച് മന്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജപിക്കരുത്. ഗുരുവിൻ്റെ ഉപദേശം വേണം. പല മന്ത്രങ്ങളും പല സമയത്തും ജപിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് ജപിച്ചാൽ ഫലം നേരെ വിപരീതമായിട്ട് വരും. വികർമ്മം വിഗുണം ഫലം എന്നാർ. അത് വരരുത്. ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഉറങ്ങിപ്പോയാൽ പേടിക്കണ്ട, വണ്ടി ഒരു സ്ഥലത്ത് ഓടിക്കില്ല, കൃത്യമായിട്ട് പോകും. അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിൽ ഈ ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്ത സുദിനത്തിൽ, അതും ഭഗവാനെ പൂജിച്ച, ഭഗവാന്റെ ദാസനായിട്ട് പല പ്രാവശ്യം എത്താൻ പറ്റിയ ആ ഹരി നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സത്രവേദിയിൽ നമുക്ക് ഇങ്ങനെ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാനൊരവസരം കിട്ടിയതിന് നമ്മൾ ഭഗവാനോട് നന്ദി പറയുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക. അതിന് ഒരു പ്രഭാഷണം പറയാൻ, പല കാര്യങ്ങളും പറയണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വന്നിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതൊന്നും നടക്കുകയെന്നാണ് പറഞ്ഞത്. അവിടുന്ന് പറയും നീ ഇന്നത് പറഞ്ഞാൽ മതി, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിന് ഒരു ഭാഗ്യം ഭഗവാനായിട്ട് ആദ്യത്തെ സപ്താഹം തീർന്ന ദിവസം തന്നെ ഇവിടെ പറയാനൊരവസരം കിട്ടിയതിന് ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. സജ്ജനങ്ങൾ എപ്പോഴും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.